ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമുക്ക് CPT ടെക്സ്റ്റ് ബുക്കിലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കഴിയുമ്പോൾ നമുക്ക് മെറ്റേണിറ്റി കെയർ ആൻഡ് ഡെലിവറി എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഓഫ് കോഡുകൾ അവൈലബിൾ ആണ്. അതിലെ ഒരു പോർഷനാണ് അബോർഷൻ എന്നുള്ളത്. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് എങ്ങനെയാണ് കോഡുകൾ പിക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. So first of all, what is abortion? Abortion is the termination of a human pregnancy, most often performed during the first 28 weeks of pregnancy. Usually, abortion എന്ന് ഉദ്ദേശിക്കുന്നത് ടെർമിനേഷൻ ഓഫ് എ പ്രഗ്നൻസി ആണ്. അതായത് ഒരു പ്രഗ്നൻസി, ഒരു ലേഡി കൺസീവ് ആയി കഴിഞ്ഞ് അത് ടെർമിനേറ്റ് ആവുന്ന കണ്ടീഷനാണ് നമ്മൾ അബോർട്ടായി എന്ന് പറയുന്നത്. അത് ഏത് ഡെലിബറേറ്റ് ആവാം, ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഡെലിബറേറ്റ്ലി ടെർമിനേറ്റ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ആക്സിഡൻ്റലി അത് എൻഡിലേക്ക് വരുന്നതാവാം, അല്ലെങ്കിൽ ടെർമിനേറ്റ് ആയി പോകുന്നതാവാം. സോ ബോത്ത്, അങ്ങനെ രണ്ട് ടൈപ്പിലും അബോർഷൻ സംഭവിക്കാറുണ്ട്. ഏതർ ഇപ്പം ടെർമിനേഷൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഡെലിബറേറ്റ് ആയിട്ട് പ്രൊസീജിയർ അണ്ടർഗോ ചെയ്യുന്നതുണ്ട്, അതല്ലാതെ ആക്സിഡൻ്റലായിട്ട് മിസ് ചെയ്ത് പോകുന്ന പ്രഗ്നൻസികളുമുണ്ട്. എല്ലാത്തിനെയും നമ്മൾ അബോർഷൻ എന്നാണ് പറയുന്നത്. ബട്ട് സ്പെസിഫിക് ആയിട്ട് അബോർഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ അതിനെ കംപ്ലീറ്റ്ലി ടെർമിനേറ്റ് ചെയ്യുന്നതിനെ തന്നെയാണ്. ഓക്കെ, സോ ഈ ഒരു സെക്ഷനിൽ കോഡുകൾ വരുന്നത് 59812, 820, 821, 830, 840, 841 ഇങ്ങനെയാണ്. സോ 59812 എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻകംപ്ലീറ്റ് അബോർഷൻ എനി ട്രൈമെസ്റ്റർ കംപ്ലീറ്റഡ് സർജിക്കലി ആണ്. ഏതെങ്കിലും ഒരു ട്രൈമെസ്റ്ററിൽ ഇരിക്കെ അബോർഷൻ സംഭവിക്കുകയും അത് ഇൻകംപ്ലീറ്റ് ആണ്, കംപ്ലീറ്റ്ലി അബോർട്ട് ആവാതെ വരുന്ന അവസ്ഥയിൽ അതിനെ നമ്മൾ സർജിക്കലി കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അതായത് നമുക്കിപ്പം കുറച്ച് പാർട്സ് ഓഫ് ദി ഫീറ്റസൊക്കെ യൂട്രസിൽ തന്നെ റിമൈൻ ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ ഇൻഫെക്ഷനൊക്കെ ലീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനെ സർജിക്കലി ക്ലീൻ ചെയ്ത് റിമൂവ് ചെയ്യുന്നതാണ്. സോ അതിനെയാണ് ഇൻകംപ്ലീറ്റ് അബോർഷനെ കംപ്ലീറ്റഡ് സർജിക്കലി എന്ന് പറയുന്നത്. സോ അതിൻ്റെ കോഡ് വരുന്നത് 59812 ആണ്. 59820 എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് മിസ്ഡ് അബോർഷൻ കംപ്ലീറ്റഡ് സർജിക്കലി ഫസ്റ്റ് ട്രൈമെസ്റ്റർ ആണ്. മിസ്ഡ് അബോർഷൻ എന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റലി, അതായത് ഡെലിബറേറ്റ് ആയിട്ട് ടെർമിനേറ്റ് ചെയ്യുന്നതൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം, സിറ്റുവേഷൻ കാരണം മിസ് ചെയ്തു പോകുന്ന ഒരു പ്രഗ്നൻസിയാണ് മിസ്ഡ് അബോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലും എന്തെങ്കിലും റിമൈൻസ് ഒക്കെ ബാലൻസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ സർജിക്കലി റിമൂവ് ചെയ്ത് ആ ഒരു അബോർഷനെ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അത് ഫസ്റ്റ് ട്രൈമെസ്റ്ററിലാണെങ്കിൽ 59820, സെക്കൻഡ് ട്രൈമെസ്റ്റർ ആണെങ്കിൽ 59821 ആണ്. നെക്സ്റ്റ് വൺ 59830, ട്രീറ്റ്മെൻറ്റ് ഓഫ് സെപ്റ്റിക് അബോർഷൻ കംപ്ലീറ്റഡ് സർജിക്കലി ആണ്. സെപ്റ്റിക് അബോർഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സെപ്റ്റിക് ആയിട്ട് അബോർഷൻ സംഭവിക്കുകയാണ്, അതിനും റിമൈൻസ് ഒക്കെ വരുമ്പോൾ അതിനെ സർജിക്കലി കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. സോ അതാണ് 59830. ഇനി 59840 എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് അബോർഷൻ ആണ് ബൈ ഡയലേഷൻ ആൻഡ് ക്യൂറേറ്റേജ്. ഡയലേഷൻ ആൻഡ് ക്യൂറേറ്റേജ് എന്ന് പറയുന്നത് ഒരു സർജിക്കൽ മെത്തേഡാണ് വിച്ച് ഇസ് ഡൺ ടു കംപ്ലീറ്റ് ദ അബോർഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കംപ്ലീറ്റ്ലി ആ ഒരു അബോർഷനെ റിമൂവ് ചെയ്ത് കളയാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡയലേഷൻ ആൻഡ് ക്യൂറേറ്റേജ്. ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന് പറഞ്ഞാൽ ഡെലിബറേറ്റ് ആയിട്ട് ഇനി പ്രഗ്നൻസി വേണ്ട എന്ന് വെച്ച് ടെർമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഡ്രഗ് കൺസ്യൂം ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ഇനി വേണ്ട, ടെർമിനേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഡയലേഷൻ ആൻഡ് ക്യൂറേറ്റേജ് ചെയ്യുകയാണെങ്കിൽ 59840 ആണ്. 59841 എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് അബോർഷൻ തന്നെ ബൈ ഡയലേഷൻ ആൻഡ് ഇവാക്വേഷൻ ആണ്. അപ്പം D&C എന്ന് പറഞ്ഞാൽ ഡയലേഷൻ ആൻഡ് ക്യൂറേറ്റേജ് ആണ്. ഡയലേഷൻ ആൻഡ് ഇവാക്വേഷൻ എന്ന് പറഞ്ഞാൽ D&E ആണ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ടെർമിനേറ്റ് ചെയ്യുന്നതാണ്. അത് രണ്ട് ടൈപ്പിൽ ചെയ്യാറുണ്ട്, ഡയലേഷൻ ആൻഡ് ക്യൂറേറ്റേജും ഉണ്ട്, ഡയലേഷൻ ആൻഡ് ഇവാക്വേഷനും ഉണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമുക്ക് പല ടൈമിൽ ഇപ്പം നമ്മൾ ഓൾറെഡി മുകളിലുള്ള കോഡുകളിൽ ഡിസ്കസ് ചെയ്തതാണ് മിസ്ഡ് അബോർഷൻ കംപ്ലീറ്റഡ് സർജിക്കലി എന്ന് പറയുന്നത്, അതുപോലെ സെപ്റ്റിക് അബോർഷൻ കംപ്ലീറ്റഡ് സർജിക്കലി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ സർജിക്കലി എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഡയലേഷൻ ആൻഡ് ക്യൂറേറ്റേജ് ആവാം, അല്ലെങ്കിൽ ഡയലേഷൻ ആൻഡ് ഇവാക്വേഷൻ ആവാം.
ഫസ്റ്റ് ഓഫ് ഓൾ അബോഷൻ്റെ കേസിൽ നമ്മൾ നോക്കേണ്ടത് ഏത് ടൈപ്പ് ഓഫ് അബോഷൻ ആണെന്ന് നോക്കുക. ഇൻകംപ്ലീറ്റ് ആണോ, മിസ്ഡ് ആണോ, സെപ്റ്റിക് ആണോ, ഇൻഡ്യൂസ്ഡ് ആണോ നോക്കുക. ഇൻഡ്യൂസ്ഡ് ആണെങ്കിൽ മാത്രം നമുക്ക് മെത്തേഡ് ഏതാണ്, സർജിക്കൽ മെത്തേഡ് ഏതാണ് യൂസ് ചെയ്തതെന്ന് നോക്കിയിട്ട് കോഡ് ഡിഫറൻസ് വരും. ബാക്കി എല്ലാത്തിലും ചിലപ്പോൾ ഡയലേഷൻ ആൻഡ് ക്യൂറേറ്റേജ് ആയിരിക്കും, ചിലപ്പോൾ ഡയലേഷൻ ആൻഡ് ഇവാക്യുവേഷൻ ആയിരിക്കും. പക്ഷേ ഈ ഡിയാൻസി അല്ലെങ്കിൽ ഡിയാനി കണ്ടു എന്ന് വിചാരിച്ച് മാത്രം നമ്മൾ 59840യും 841 എടുക്കാൻ നിൽക്കരുത്. ഏത് ടൈപ്പ് ഓഫ് അബോഷൻ ആണ് എന്ന് നോക്കിയിട്ട് ഈ മെത്തേഡ് ശരിക്കും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ബാക്കി കേസുകളിൽ ഇപ്പം മിസ്ഡ് അബോഷൻ്റെയും ഇൻകംപ്ലീറ്റും സെപ്റ്റിക്കിൻ്റെയും കേസിൽ നമുക്ക് മെത്തേഡ്, സർജിക്കൽ മെത്തേഡ് ഏതാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. അവിടെ ഡിയാൻസി ആയാലും ഡിയാനി ആയാലും കോഡ് മാറുന്നില്ല. പക്ഷേ ടൈപ്പ് ഓഫ് അബോഷൻ ഏതാണെന്നുള്ളത് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. അല്ലാതെ ഇപ്പം ചിലപ്പോൾ നമുക്ക് കാണാം സെപ്റ്റിക് അബോഷൻ കംപ്ലീറ്റഡ് ബൈ ഡയലേഷൻ ആൻഡ് ഇവാക്യുവേഷൻ എന്ന് കണ്ടു. അപ്പോൾ ഡയലേഷൻ ആൻഡ് ഇവാക്യുവേഷൻ കണ്ടു, സോ 59841 എടുക്കാം എന്ന് വിചാരിക്കരുത്. ദാറ്റ് ഇസ് സെപ്റ്റിക് അബോഷൻ. അപ്പോൾ സെപ്റ്റിക് അബോഷൻ്റെ കോഡ് വരുന്നത് 59830 തന്നെയാണ്. സോ അതൊന്ന് കെയർഫുൾ ആയിട്ട് വേണം ഈ ഒരു സെക്ഷനിൽ നിന്ന് കോഡ് എടുക്കാനായിട്ട്. സോ താങ്ക് യു എവ്രി വൺ ഫോർ വാച്ചിങ്. വീഡിയോസ് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.